Hi friends, welcome back to Sajana's Kitchen. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഈ ഒരു സ്നാക്ക് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് നമ്മളൊരു നല്ലൊരു മോഡിയിൽ അടപ്പുള്ള നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഉപ്പിട്ടിട്ടാണ് ഞങ്ങൾ വേവിച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും നമ്മുടെ ഈ പഞ്ചസാര ലായനിയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മുടെ സ്റ്റൗന്ന് കുറച്ച് ഗ്യാസൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മുടെ പഞ്ചസാരയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഏലക്ക പൗഡറും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ 250 ഗ്രാം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് കുക്കറിൽ 2 വിസിൽ വരുന്നവരെ അടിച്ചെടുത്തതാണിത്. അപ്പോൾ പാകത്തിന് വെന്തതാണ്. ഇത് ഇപ്പോൾ ഉപ്പിട്ട് വേവിച്ച കടലപ്പരിപ്പാണ് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങയും പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ കടലയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, പാകത്തിനെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് തണുക്കണം. ശേഷം നമുക്ക് നമ്മുടെ ഇത് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു മാവ് മൈദയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുള്ള ഒരു നമ്മുടെ ഇറച്ചിടക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുത്തതാണ്. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂവിക്കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ, അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഇതുപോലത്തെ ഒരു അച്ചിൻ്റെ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. നമുക്കിതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെക്കാം. കുറച്ച് അധികം വെക്കണമെങ്കിൽ അധികം വെക്കാം. ഇതിൻ്റെ നമ്മൾ ഈ ഒരു അച്ചിൽ പിടിക്കുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ ഫില്ലിങ് വെക്കാൻ. അതിനുശേഷം ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഒന്നിങ്ങനെ പ്രസ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി മാവ് ഇനി നമ്മുടെ ഈ മാവിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടിയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. വേസ്റ്റൊന്നും ആക്കണ്ട. അതിനുശേഷം ഇത് നമുക്ക് സാവകാശം തുറക്കാം. കണ്ടോ, അപ്പം നമ്മുടെ ഒരു
അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. കടലപ്പരിപ്പ് ചേർത്തിട്ടുള്ള അട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പരത്തി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഓരോരോ അടയാക്കി എടുക്കാം. പരിപ്പ് അട ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ചൂടായ എണ്ണയിലോട്ടേക്ക് ഇതൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. നമുക്കൊന്ന് ഫില്ലിങ് ആക്കുന്ന ഒരു ടൈം മാത്രമേ വേണ്ടൂ. പിന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് രണ്ട് ഭാഗവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഈ സ്നാക്ക് നമുക്ക് ഒരു മാസം വരെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കടല അടയും നമുക്ക് പരിപ്പടയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള സ്നാക്കാണിത്. കണ്ടോ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. സ്നാക്ക് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സജനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.